നമുക്ക് എല്ലാവർക്കും പല ഗോൾസ് ഉണ്ടാവും. ലൈക്ക് ബിസിനസ് ഗോൾസ്, സ്റ്റഡി ഗോൾസ്, കരിയർ ഗോൾസ്, ഫിറ്റ്നസ് ഗോൾസ്, അങ്ങനെ പലതും. ഈ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നും അറിയാം. അതിനായി സിസ്റ്റമാറ്റിക്കായി പ്ലാൻസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായി തന്നെ തുടങ്ങുകയും ചെയ്യും. ബട്ട് കുറച്ചങ്ങ് മുന്നോട്ട് പോയിട്ട് പാത വഴി എത്തുമ്പോൾ വിചാരിച്ച റിസൾട്ട്സ് കിട്ടാതെ ആവുമ്പോൾ മോട്ടിവേഷൻ കുറയും. ചൂസ് ചെയ്ത പാത തെറ്റാണോ എന്ന സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നു. മറ്റുള്ളവരുടെ റിസൾട്ട്സ് കണ്ട് ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവുന്നു. ഓർ ഒരേ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബോറടിക്കുന്ന പോലെയും തോന്നുന്നു. ഇങ്ങനെ പല കാരണങ്ങളാൽ തുടങ്ങിയ കാര്യങ്ങൾ മുഴുമിക്കാതെ ഉപേക്ഷിച്ചിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങി വെച്ച കാര്യങ്ങൾ മോട്ടിവേഷൻ ഇല്ലെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകാനായി ഹെൽപ്പ് ചെയ്യുന്ന 10 ടിപ്സ് ഷെയർ ചെയ്തിട്ടുള്ള ഓസ്റ്റിൻ ക്ലിയോന്റെ കീപ് ഗോയിങ് എന്ന ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറിയാണ് ഈ ഒരു വീഡിയോ. വളരെ ചെറിയൊരു ബുക്കാണ്, ഈസിയായി തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ടും പറ്റും. ബുക്കിന്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാവുന്നതാണ്. ഇറ്റ് വിൽ സപ്പോർട്ട് മീ ഓൾസോ. ബുക്ക് സമ്മറീസ്, ബുക്ക് റിവ്യൂസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ചാനലാണിത്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഈ ബുക്ക് വായിക്കാൻ ടൈം ഇല്ലെങ്കിൽ ഈ സമ്മറി വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക, അതും യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 10 ways to stay creative in good times and bad. Number 1, every day is Groundhog Day. Take one day at a time. നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല. സോ അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ഓർത്ത് വറി ചെയ്ത സമയം കളയാതെ ഇരിക്കുക. ഇന്നത്തെ ദിവസം എങ്ങനെ ഭംഗിയാക്കാം എന്ന് നോക്കുക, അതൊക്കെ ചെയ്യുക. ഇതേ പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ പറയാൻ ഈസിയാണ്, ബട്ട് ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പാടാണ് എന്ന് നമുക്ക് തോന്നാം. എല്ലാ ദിവസവും ഒരേപോലത്തെ റൂട്ടീൻസ് ആയിരിക്കും നമ്മുടേത്. എണ്ണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, പാക്ക് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, അവിടെ ഓരോ വർക്ക് ചെയ്യുന്നു, തിരിച്ച് വീടെത്തുന്നു, ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുന്നു, ഫുഡ് അടിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതിലിപ്പോ ഓരോ ദിവസവും ഞാൻ എങ്ങനെ ഭംഗിയാക്കാനാ എന്ന് നമുക്ക് തോന്നാം. ഇങ്ങനെയുള്ളപ്പോൾ 1993 ഇറങ്ങിയ ഗ്രൗണ്ട് ഹോഗ് ഡേ എന്നൊരു ഇംഗ്ലീഷ് കോമഡി മൂവിയിലെ മെയിൻ ക്യാരക്ടറിനെ ഓർക്കാനാണ് ഓഥർ സജസ്റ്റ് ചെയ്യുന്നത്. ഫിൽ കോണേഴ്സ് എന്ന ആള് ഒരു വെതർമാൻ ആണ്. ആള് ഒരു ടൈം ലൂപ്പിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഫെബ്രുവരി 2 എണ്ണീറ്റ് കൊണ്ടേയിരിക്കും. ഫെബ്രുവരി 2 ഗ്രൗണ്ട് ഹോഗ് ഡേ ആണ്. ഷാഡോനെ ബേസ് ചെയ്ത് വിന്ററിന് എത്ര ആഴ്ച കൂടി ഉണ്ടാവും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രൗണ്ട് ഹോഗ് ഡേ. മൂവിയിലെ കഥാനായകന് ആള് ജീവിക്കുന്ന ടൗണ് ഇഷ്ടമല്ല. പക്ഷെ ആൾക്ക് ഫെബ്രുവരി 3 എത്താനും പറ്റുന്നില്ല. വിന്ററും കഴിയുന്നില്ല, ടൗണും വിട്ടു പോവാനും പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും അതേ ദിവസം റിപ്പീറ്റ് ആവുന്നു. ഫിലിം അടുത്തിട്ട് കുറച്ചു പേരോടൊക്കെ what would you do if you were stuck in one place and every day was exactly the same and nothing that you did mattered എന്ന് ചോദിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഈ മൂവിയിൽ ഫിലിന് കണ്ടുപിടിക്കേണ്ടത്. ഇതേ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമുക്കും നമ്മുടെ ലൈഫിൽ കണ്ടെത്തേണ്ടത്. അതായത് ഒരു സ്ഥലത്ത് സ്റ്റക്കായി എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ട്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടെത്തുന്നുവോ അതായിരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രിയേറ്റീവ് ജേർണി. ഈ ക്രിയേറ്റീവ് ലൈഫ് എന്നത് പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതൊരു ലൂപ്പ് പോലെയാണ്. ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു പുതിയ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നു. എത്രയൊക്കെ സക്സസ് ഉണ്ടായാലും നമ്മൾ ഒരിക്കലും എൻഡ് പോയിന്റിൽ എത്തില്ല. ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന ലൂപ്പ് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് സക്സസ്, ഫെയിലിയർ, മറ്റു പുറം ലോകത്തിന്റെ ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലാതെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി പ്രാക്ടീസസ് ഒക്കെ ചെയ്യാനുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത്. വിചാരിച്ച സക്സസ് ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും എണ്ണീക്കുക, നമുക്ക് ചെയ്യാനുള്ള പണികൾ ചെയ്യുക. ഈ ഒരു റൂട്ടീന് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റും ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടക്കും എന്നതിൽ നമുക്ക് അത്ര കൺട്രോൾ ഇല്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസം എങ്ങനെ ചിലവാക്കും എന്നുള്ളത്. ഏതൊക്കെ വർക്ക് ചെയ്യും, എത്ര എഫേർട്ട് ഇടും എന്നതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. ഇത് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നാം. അങ്ങനെയുള്ളപ്പോൾ ഗ്രൗണ്ട് ഹോഗ് ഡേ മൂവി നമ്മുടെ ലൈഫിൽ നടക്കുന്നു എന്ന് വിചാരിക്കുക. ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ എന്നൊരു ദിവസമില്ല. നമ്മുടെ അടുത്തുള്ളത് ജസ്റ്റ് ടുഡേ. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ടേക്ക് one day at a time. Next, establish a daily routine. നമ്മുടെ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല. There will be good days and bad days. നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവും, ഒന്നും ചെയ്യാനേ മൂടില്ല എന്ന ദിവസവും ഉണ്ടാവും. ഇവിടെ ഒരു ഡെയിലി റൂട്ടീനാണ് നമുക്ക് സഹായിക്കാവുന്നത്. നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിൽ റൂട്ടീൻ കുറച്ച് സമയം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. ഇനി നിറയെ സമയമുള്ള ദിവസങ്ങളിൽ റൂട്ടീൻ ഉള്ള സമയം വേസ്റ്റ് ആക്കാതിരിക്കാനും സഹായിക്കുന്നു. ഇനി പെർഫെക്റ്റ് ഡെയിലി റൂട്ടീൻ എന്താണെന്ന് തപ്പിപ്പോയിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻ, റെസ്പോൺസിബിലിറ്റി, പ്രിഫറൻസസ്, ചോയ്സസിനെയൊക്കെ ബേസ് ചെയ്ത് ഇത് വ്യത്യസ്തമായിരിക്കും.
സോ ഗൂഗിളിലോ ചാറ്റ് GPT പോയിട്ട് ഗിവ് മീ എ പെർഫെക്റ്റ് ഡെയിലി റൂട്ടീൻ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ റൂട്ടീന് നമ്മൾ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അതിന് ഫസ്റ്റ് കുറച്ച് നേരം എടുത്ത് നമ്മുടെ ഓരോ ദിവസങ്ങള്, നമ്മുടെ മൂഡ് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക. എന്റെ സ്കെഡ്യൂളിലെ ഫ്രീ സ്പേസസ് എവിടെയൊക്കെയുണ്ട്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറയ്ക്കാം, ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് ഔൾ ആണോ, എന്റെ ക്രിയേറ്റീവ് മൂഡ് ട്രിഗർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ റിച്വൽസ് ഞാൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെയാണ് നമ്മുടെ റൂട്ടീന് സെറ്റ് ചെയ്യേണ്ടത്. ഈ റൂട്ടീനൊക്കെ ഉണ്ടാക്കി ചിട്ടയോടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലർക്ക് മടിയുണ്ടാവും, ഫ്രീഡം ഒക്കെ പോയതുപോലെ തോന്നാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്കൊരു ഫ്രീഡമാണ് ഇത് നൽകുന്നത്. ഇങ്ങനെ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല ശീലങ്ങൾ ലൈഫിൽ കൊണ്ടുവരും. നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതല്ല കാര്യം, ഒരു റൂട്ടീൻ ഉണ്ടോ എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഉണ്ടാക്കിയ റൂട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യുക. വല്ലപ്പോഴും ഒരു ചീറ്റ് ഡേ എടുക്കാം. അതുപോലെ മോഡിഫിക്കേഷൻ വേണം എന്നുള്ളപ്പോൾ മാറ്റങ്ങളും വരുത്താം. മേക്ക് ലിസ്റ്റ്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കൊരു കണക്കിന് പണിയുണ്ട് എന്ന്. ആക്ച്വലി കണക്ക് എന്നൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും ഒരു നമ്പർ ഉണ്ട്. എപ്പോഴൊക്കെ നിറയെ പണികളുണ്ട് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുവോ അപ്പോഴൊക്കെ ചെയ്യാനുള്ള പണികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ചെറുതും വലുതുമായ പണികളൊക്കെ ലിസ്റ്റ് ചെയ്താലും ഒരു 15 to 20 ടാസ്ക് വേണമെങ്കിൽ വരുമായിരിക്കും. ബട്ട് അത്രേ ഉള്ളൂ എന്ന ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചു മെന്റൽ സ്പേസ് ക്ലിയർ ആവും. ഈ പറഞ്ഞ ടു ഡു ലിസ്റ്റ് മാത്രമല്ല ഉള്ളത്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ലിസ്റ്റ് വേണേലും ഉണ്ടാക്കാം. ചില ആർട്ടിസ്റ്റ് ഒക്കെ ടു ഡ്രോ ലിസ്റ്റ് ഉണ്ടാക്കും, ചിലർ ടു ലേൺ ലിസ്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ചെയ്യാൻ സമയമില്ല എന്നാൽ പിന്നീടാണേലും ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കായിട്ട് സം ഡേ ഓർ മേ ബി എന്ന ലിസ്റ്റും ഉണ്ടാക്കും. ഓൾസോ ഞാൻ എൻ്റെ വർക്കിൽ ഇതൊന്നും ചെയ്യാനേ പാടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ടു ഡു ലിസ്റ്റ് കൂടി ഉണ്ടാക്കാവുന്നതാണ്. ഒരു ഡെസിഷൻ എടുക്കേണ്ട സമയത്ത് പ്രോൺസ് ആൻഡ് കോൺസ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്, മൈ ഫേവറേറ്റ് ട്രിപ്പ് ലിസ്റ്റ്, മൈ ഫേവറേറ്റ് ബുക്സ് ലിസ്റ്റ്, അങ്ങനെ എന്തും ആകാം. ഇതൊക്കെ ഒരു പെന്നും പേപ്പറും എടുത്ത് എഴുതുമ്പോൾ നമ്മുടെ ലൈഫ് ഓർഗനൈസ്ഡ് ആയി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫിനിഷ് ഈച്ച് ഡേ ആൻഡ് ബി ഡൺ വിത്ത് ഇറ്റ്. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ഈ ടു ഡു ലിസ്റ്റിലെ പണികൾ ഫുള്ള് ചെയ്ത് തീർത്തെന്ന് വരാം. ചിലപ്പോൾ തീർക്കാതെയും ആയിട്ടുണ്ടാവും. ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ വിചാരിച്ചതിലും അധികം നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാകാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എപ്പോഴും ഓരോ ദിവസവും മുഴുമിക്കുക. ചിലപ്പോൾ നമ്മളോട് തന്നെ ഒരു സെൽഫ് ഫോർഗിവ്നെസ് കൊടുക്കുക. പണികൾ തീർന്നില്ല എന്നോർത്ത് ടൂ മച്ച് വറി ചെയ്യാതെ ബി ഈസി ഓൺ യുവർ സെൽഫ്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നാളെ ചെയ്യണം എന്നൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുക. ഫുള്ള് മറന്നിട്ട് ഉറങ്ങാനായിട്ട് പോവുക. ബാക്കി പണിയൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്തോളും. ഇന്ന് വേസ്റ്റ് ആയിരുന്നു എന്ന് തോന്നിയ ദിവസങ്ങൾ പോലും ചിലപ്പോൾ ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്തേക്കാം. സോ ഈസി ആയിട്ട് തന്നെ ഫിനിഷ് യുവർ ഡേ. നമ്പർ 2, ബിൽഡ് എ ബ്ലിസ് സ്റ്റേഷൻ. ഫസ്റ്റ് ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ് ടു കണക്ട് വിത്ത് യുവർ സെൽഫ്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലത്ത് പുതിയൊരു കാര്യം പഠിക്കാനും ന്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ആവശ്യമുള്ള ട്യൂട്ടോറിയൽസ്, ബുക്സ് എല്ലാം ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ടോ ചെറിയൊരു പേ ചെയ്തിട്ടോ ഒക്കെ വിത്തിൻ മിനിറ്റ്സ് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെയാണ് ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കുന്നതും ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നതും എല്ലാം. എവറിത്തിങ് ഈസ് അബൌട്ട് കണക്ഷൻ. എല്ലാവരുമായി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നത് പല ഇൻസ്പിറേഷൻ കിട്ടാനും വർക്ക് ഷെയർ ചെയ്യാനും എല്ലാം മസ്റ്റാണ്. അതിൽ യാതൊരു സംശയമില്ല. ബട്ട് ക്രിയേറ്റീവ് വർക്ക് കൊണ്ടുവരാൻ കണക്ഷനൊപ്പം ഡിസ്കണക്ഷൻ്റെയും ആവശ്യമുണ്ട്. ചിന്തിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പുതിയ പ്രോഡക്ട്സ് ഓർ ഐഡിയാസിൽ വർക്ക് ചെയ്യാനും എല്ലാം ഈ വേൾഡിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയി സൈലന്റ് ആയി സോളിറ്റ്യൂഡിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. ഇൻഫർമേഷൻ, ഹെൽപ്പ് ഇതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് 24/7 അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഡീപ് ഫോക്കസ് ചെയ്യാൻ സോളിറ്റ്യൂഡ് മസ്റ്റാണ്. ഇതിനായിട്ട് ഒരു സ്പെസിഫിക് സ്ഥലം, ഒരു സ്പെസിഫിക് ടൈം ചൂസ് ചെയ്യേണ്ടതുണ്ട്. അതിനെ നമ്മുടെ ബ്ലിസ് സ്റ്റേഷൻ എന്ന് വിളിക്കാം. ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലവും സമയവും വെച്ച് ഒരു ബ്ലിസ് സ്റ്റേഷൻ ഫൈൻഡ് ചെയ്യണം. നെക്സ്റ്റ്, യു ക്യാൻ ബി വോക്ക് വിത്തൗട്ട് വേക്കിംഗ് ടു ദ ന്യൂസ്. നമ്മളിൽ ചിലരൊക്കെ രാവിലെ എണ്ണീറ്റതും പത്രം വായിക്കുക, ന്യൂസ് ഓൺലൈനിലായി വായിക്കുക, ന്യൂസ് വീഡിയോസ് കാണുക എന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത റൂട്ടീനാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് നല്ലതാണെങ്കിലും എണ്ണീറ്റതും ഒട്ടിനെ തന്നെ ഇതൊക്കെ അറിയേണ്ട കാര്യമില്ല. ഇങ്ങനെ രാവിലെ തന്നെ ന്യൂസ്, ഫോണിൻ്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫ്രഷ് ആൻഡ് കാം മൈൻഡ് ഉപയോഗിച്ച് ഫോക്കസ്ഡ് വർക്ക് ചെയ്യേണ്ട സമയത്താണ് ന്യൂസ് വായിച്ച് ആൻസൈറ്റിയും കെയോസും ഒക്കെ നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്നത്. ഇനി എണ്ണീറ്റതും ഫസ്റ്റ് ഫോൺ നോക്കണം, ഇല്ലെങ്കിൽ നേരം വെളുക്കില്ല എന്നൊരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ശീലം മാറ്റാനായിട്ട് ഫോണ് കിടക്കുമ്പോൾ മറ്റൊരു മുറിയിൽ വെക്കുക. എണ്ണീറ്റതും ഫ്രഷ് ആയിട്ട് ബ്ലിസ് സ്റ്റേഷനിലോട്ട് പോവാം ഓർ എക്സസൈസ് ചെയ്യുക.
വാക്കിന് പോവാം, ബുക്ക് വായിക്കാം, കുട്ടികളുടെ കൂടെ കളിക്കാം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്യാതെ സൈലന്റ് ആയിട്ട് ഇരുന്നാലും നല്ലതാണ്. കുറച്ചു നേരമാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാം. അടുത്തതാണ് എയർപ്ലെയിൻ മോഡ് ക്യാൻ ബി എ വേ ഓഫ് ലൈഫ്. നമ്മളിൽ ഒട്ടുമിക്കവരുടെയും വർക്ക് ഫോണ്, ലാപ്ടോപ്പ് ഇല്ലാതെ നടക്കില്ല. ഇങ്ങനെ ഫോണും ലാപ്ടോപ്പും വർക്കിംഗ് ടൂൾസ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യമില്ലാത്ത ആപ്സും വെബ്സൈറ്റിലും കയറി ഡിസ്ട്രാക്ട് ആകാതിരിക്കാൻ എയർപ്ലെയിൻ മോഡിനെ കൂട്ടുപിടിക്കുക. ഇന്റർനെറ്റ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ എയർപ്ലെയിൻ മോഡ് ഇടുക ആൻഡ് നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ്, ലേൺ ഹൗ ടു സേ നോ. ഇനി ഈ പറഞ്ഞ ബ്ലിസ് സ്റ്റേഷൻ ഒക്കെ കണ്ടെത്തി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് എയർപ്ലെയിൻ മോഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലും വരുന്ന എല്ലാ റിക്വസ്റ്റിനോടും എസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ ക്രിയേറ്റീവ് ടൈം ഇതിനോടൊന്നും എസ് പറയാനായിട്ട് പറ്റില്ല. എങ്ങാനും നോ പറഞ്ഞാൽ ഞാൻ ഐസൊലേറ്റ് ആയി പോകുമോ എന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണമാണ് ഒരുപാട് പേരും നോ പറയാത്തത്. ഇതിന് ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ, നോ പറയാനായിട്ട് പഠിക്കുക. ഫോർഗെറ്റ് ദ നൗൺ, ഡു ദ വെർബ്. നമ്മുടെ ഇടയിൽ ചില ആളുകൾ ഉണ്ടാവും വർക്കിനേക്കാളും ജോബ് ടൈറ്റിലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ. ഈ ജോബ് ടൈറ്റിലിനെയാണ് ഇവിടെ നമ്മൾ നൗൺ ആയിട്ട് പറയുന്നത്. ചെയ്യുന്ന വർക്കാണ് വെർബ്. ഇവിടെ നൗണിനെ കുറിച്ച് മറന്നിട്ട് വെർബിൽ മാത്രം ഫോക്കസ് കൊടുത്ത് ചെയ്യുക. നമ്മുടെ ജോബ് ടൈറ്റിൽ നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്താൽ ആ ടൈറ്റിലിന് സ്യൂട്ടായ പണികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ച് നമ്മൾ നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും. നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ വർക്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ പോലും ചില സമയങ്ങളിൽ ഈ ജോബ് ടൈറ്റിൽ നമ്മളെ അതിൽ നിന്നും തടഞ്ഞേക്കാം. അപ്പോൾ എൻ്റെ ജോലി ഇത്രേ ഉള്ളൂ, ഇതെൻ്റെ ജോലി അല്ല, അത് അവൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുന്നു. ഈ ജോബ് ടൈറ്റിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി അവർ വെച്ചതാണ്. ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് ഒക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് പണികൾ ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടുവരിക. യുവർ റിയൽ വർക്ക് ഇസ് പ്ലേ. കുട്ടികൾ ഈ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് കളികളിലൂടെയാണ്. നമ്മൾ മിക്കപ്പോഴും ഈസി ആയിട്ടുള്ളതോ സില്ലി ആയിട്ടുള്ളതോ ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെന്ത് പിള്ളേർ കളിയാണോ എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ഈ കുട്ടികൾ കളിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത് അത്ര ഈസി പരിപാടിയല്ല. കുട്ടികൾ കളിക്കുമ്പോൾ അവർ ആ ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കും. അവർക്ക് അതിന്റെ എൻഡ് റിസൾട്ട് കാര്യമില്ല, ആ കളിക്കുന്ന പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ പടം വരയ്ക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും അവർക്ക് ആവശ്യമുള്ള ടൂൾസ് ഒക്കെ മാറി മാറി ഓരോന്നും എടുത്ത് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് വരയ്ക്കും. അതിനുശേഷം ആ ഡ്രോയിങ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവർ അടുത്ത കളിക്ക് പോകും. ആ ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, നല്ലതായിരുന്നോ, ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കണോ കളയണോ, ഇതൊന്നും പിക്ചറിൽ വരില്ല. ജസ്റ്റ് വരച്ചു, എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. ബട്ട് വരയ്ക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കും ഒരു കളി പോലെ കാണുക. റിസൾട്ടിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുമ്പോൾ വർക്ക് കൂടുതൽ ഹെവി ആവാനായിട്ട് തുടങ്ങും, എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ വർക്കിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ടോയ്സിനെ പോലെ കരുതുക. പുതിയ ടോയ്സ് കിട്ടുമ്പോൾ കുട്ടികൾ എക്സൈറ്റഡ് ആവുന്ന പോലെ പുതിയ ടൂൾസ്, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് എക്സൈറ്റഡ് ആവുക. പ്ലേ പോലെ വർക്കിനെ കാണുക. നമ്പർ 4, മേക്ക് ഗിഫ്റ്റ്സ്. പ്രൊട്ടക്ട് യുവർ വാല്യുബിൾസ്. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. 3 ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമിൽ ട്രെയിനിലിരുന്ന് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാനും പിന്നെ ടൈം പാസിനുമായിട്ട് സ്കാർഫ്സ് ഒക്കെ നിറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഫ്രണ്ടിന് ബേക്കിംഗ് നല്ല ഇഷ്ടമാണ്. സോ ജോലിയിലെ സ്ട്രെസ് മാറ്റാനായിട്ട് ആള് വീക്കെൻഡ് എത്തുമ്പോൾ ബേക്ക് ചെയ്തിരുന്നു. മൂന്നാമത്തെ ആളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നപ്പോൾ ഈ ഫ്രണ്ട്സ് താനുണ്ടാക്കിയ സ്കാർഫും ബേക്ക് ചെയ്ത കേക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇത് കണ്ട പാർട്ടിയിലെ മറ്റുള്ള ആളുകളുടെ കോമൺ ആയിട്ടുള്ള കമന്റ്സ് എന്തൊക്കെയായിരിക്കും? നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, ഒരു ബേക്കറി ഒക്കെ തുടങ്ങിക്കൂടെ, പാർട്ട് ടൈം ആയിട്ട് ഓർഡർ എടുത്ത് ബേക്ക് ചെയ്യാലോ, ഉണ്ടാക്കിയ സ്കാർഫ് ഓൺലൈനിൽ സെല് ചെയ്യാലോ, ഇൻസ്റ്റാ പേജ് തുടങ്ങും, യൂട്യൂബിൽ നിറ്റിങ്ങിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഇടും എന്നിങ്ങനെ നമുക്കൊരു പാഷൻ ഓർ ഹോബി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വേഗം കാശ് സമ്പാദിക്കണം എന്നാണ് ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത്. അതാണ് അങ്ങനെ കുറേ അഡ്വൈസസും നമ്മൾ കേൾക്കുന്നത്. സോ ഇപ്പോൾ ഹോബീസ് ഒക്കെ സൈഡ് ഹസിൽസ് ആയി മാറി. ട്രഡീഷണൽ 9 to 5 ജോബ്സ് ഒക്കെ കുറഞ്ഞ് ഒരു കാലത്ത് റിലാക്സേഷന് വേണ്ടി ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ പൊട്ടൻഷ്യൽ ഇൻകം സോഴ്സസ് ആയി. ആക്ച്വലി ഇപ്പോഴത്തെ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം ഒരിക്കൽ ഫ്രീ ആയി ചെയ്തിരുന്ന കാര്യങ്ങളിലൂടെ സമ്പാദിക്കാൻ തുടങ്ങി നമ്മൾ. അതിൽ നമ്മൾ ലക്കി ആണെന്ന് തന്നെ പറയാം. ബട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ട്രിക്കിയാണ്. പാഷൻ മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് എൻജോയ് ചെയ്ത പോലെ ആ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയുടെ ഈച്ച് ആൻഡ് എവറി ബിറ്റ് മോണിറ്റൈസ് ചെയ്യണം എന്ന് വിചാരിക്കാതെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇവിടെ ക്രിയേറ്റിവിറ്റി ഫ്രീഡം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്ത് ഒരു സിമ്പിൾ ലൈഫ് നയിക്കാനായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഗ്നോർ ദ നമ്പേഴ്സ്. ഈ പറഞ്ഞ മണി മാത്രമല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കറപ്റ്റ് ചെയ്യുന്ന വില്ലൻ. ഓൺലൈനിൽ നമ്മുടെ വർക്ക് ഷെയർ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ വേറെ കുറെ മെട്രിക്സ് വരും. നമ്മുടെ വർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട്
ലൈക്സ്, ഷെയർസ്, റീട്വീറ്റ്സ്, ഫോളോവർ ആൻഡ് സബ്സ്ക്രൈബർ കൗണ്ട്, കമന്റ്സ്, അങ്ങനെ പലതും ഉണ്ട്. ഒരു വർക്ക് പോസ്റ്റ് ചെയ്തതും ഈ ഒരു അനലിറ്റിക്സിൽ ഒബ്സസ്ഡ് ആയി ഫുൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് വർക്കൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഈ ഓരോ മെട്രിക്സും അതാത് പ്ലാറ്റ്ഫോമിന് അതിന്റെ അൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റിയെ ഫുള്ളായി ഈ അനലിറ്റിക്സ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഓൺലൈനിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്തതിന് ശേഷം കുറച്ച് ഡേയ്സ് അനലിറ്റിക്സ് ഒന്നും നോക്കാതെ അടുത്ത വർക്ക് കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഈ മെട്രിക്സ് ഒക്കെ വിസിറ്റ് ചെയ്ത് ഡെസിഷൻസ് എടുക്കാം. ആശോ മെട്രിക്സോ ഒന്നും നോക്കാതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സ്കിൽ ഓർ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീല് കിട്ടും. Number 5, the ordinary plus extra attention equal to the extraordinary. You have everything you need. ഏതൊരു പുതിയ കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും അയ്യോ എൻ്റെ കയ്യിൽ ഇതില്ലല്ലോ, അതില്ലല്ലോ, എൻ്റെ ഐഡിയ വർക്കൗട്ട് ആവണമെങ്കിൽ ഇത്ര കാശ് വേണം, ഒരു വലിയ റൂം വേണം, ഇത്ര മെഷീൻസ് വേണം, ഇത്ര ആൾക്കാർ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണമല്ലോ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതൊന്നും ഇല്ല എന്ന് വെച്ച് പ്ലാൻസ് ഒക്കെ മൈൻഡിൽ തന്നെ ഇരിക്കുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി വർക്ക് കൊണ്ടുവരാൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഇല്ലാതെ നടക്കില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഓർഡിനറി ലൈഫിൽ ഇത്തിരി കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി വർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ എൻ്റെ അടുത്ത് ഇതൊന്നുമില്ല എന്ന മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ വെച്ച് എങ്ങനെ എൻ്റെ പ്ലാൻസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്ത് ചിന്തിച്ച് നോക്കുക. സ്ലോ ഡൗൺ ആൻഡ് ഡ്രോ തിങ്സ് ഔട്ട്. ഇപ്പോഴത്തെ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ല. ബട്ട് സ്ലോ ഡൗൺ ചെയ്താലേ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാത്ത കാര്യങ്ങൾ, അവർ മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ കൂടെ വരയ്ക്കാനും നോക്കുക. വരയ്ക്കാൻ നമ്മളിപ്പോൾ വലിയ ആർട്ടിസ്റ്റ് ആവണോ എന്നൊന്നുമില്ല. മനസ്സിൽ വരുന്ന തോട്ട്സ്, പ്ലാൻസ്, ഐഡിയാസ് ഒക്കെ ചുമ്മാ കുത്തിക്കുറിച്ചാൽ തന്നെ ക്രിയേറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് നമുക്കൊരു ഫീൽ ബെറ്റർ ഫീലിംഗ് നൽകുന്നു. നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാൻ മറന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എക്സ്ട്രാ ഓർഡിനറി വർക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കുറച്ച് എലമെന്റ്സ്. പേ അറ്റൻഷൻ ടു വാട്ട് യു പേ അറ്റൻഷൻ ടു. നമ്മുടെ അറ്റൻഷനാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനം. എന്നാൽ അതാണ് എല്ലാവരും കവർന്നെടുക്കാൻ നോക്കുന്നത്. നമ്മൾ ലൈഫിൽ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജേർണൽ ചെയ്യുക. മനസ്സിൽ വരുന്ന തോട്ട്സ്, ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഐഡിയാസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. നമ്പർ 6, ആർട്ട് ഈസ് ഫോർ ലൈഫ്, നോട്ട് ദി അതർ വേ അറൗണ്ട്. ഇവിടെ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എന്താണോ അതാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ആർട്ട് ഓർ നമ്മുടെ വർക്ക് മറ്റുള്ളവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു ഓർ അത് നമ്മുടെ ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ അത് ക്വിറ്റ് ചെയ്ത് വേറെ പണി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. നമ്മുടെ സമയത്തിനുള്ള വാല്യൂവും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളും ഒക്കെ വേറെ ഒരുപാടുണ്ടാവും. ഫൈൻഡ് ദാറ്റ് വൺ. അല്ലാതെ ഇഷ്ടമില്ലാത്തതും നമ്മൾ കേപ്പബിൾ അല്ലാത്ത പണികളും തന്നെ കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ലൈഫ് കുളമാവും. എപ്പോഴും ഓർക്കുക, നമ്മൾ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയല്ല. നമ്പർ 7, യു ആർ അലൗഡ് ടു ചേഞ്ച് യുവർ മൈൻഡ്. നമുക്ക് എപ്പോഴും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാൻ പാടാണ്. ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് തന്നെ ഒരുപാട് ആളുകളും അവർ എടുത്ത ഡെസിഷൻ ശരിയല്ല, അത് തനിക്ക് വർക്കൗട്ട് ആകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ബാക്ക് ഓഫ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. അതുപോലെ എനിക്കെല്ലാം അറിയാം എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നാലും ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടാണ്. ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാം ഒന്നും എനിക്ക് അറിയില്ല, എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് തന്നെ കാര്യങ്ങൾ തുടങ്ങുക, ചെയ്തു പോവുക. അങ്ങനെയുള്ളപ്പോൾ മുന്നോട്ട് പോകാനും ആവശ്യമുള്ളപ്പോൾ ചേഞ്ചസ് സ്വീകരിക്കാനും ഒപ്പം ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഓൾസോ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പ് പാട്ട് കേൾക്കുന്നു, ഒരേ ടൈപ്പ് മൂവി കാണുന്നു എന്നുള്ളപ്പോൾ ഓബ്വിയസ്ലി കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, എക്സൈറ്റ്മെന്റും കുറയും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ കാര്യവും. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ലൈഫിലോ ചിന്തകൾക്കോ മൈൻഡ് സെറ്റിനോ ഒന്നും ഒരു മാറ്റവും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയാസ്, തോട്ട്സ്, പെർസ്പെക്റ്റീവ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടും. അതുകൊണ്ട് ലൈക്ക് മൈൻഡഡ് പീപ്പിളിന് പകരം ലൈക്ക് ഹാർട്ടഡ് പീപ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ പുതിയ ചേഞ്ചസും കൊണ്ടുവരാം, ഒപ്പം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്കൊരു കണക്ഷനും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 8, വെൻ ഇൻ ഡൗട്ട്
ടൈഡി അപ്പ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റിലും എല്ലാം ഭയങ്കര നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് ഡെസ്ക്, ഓഫീസ് സ്പേസ് ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ വിചാരിക്കും ഞാനും ഇതുപോലെയൊക്കെ എല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ വരും, നല്ല ഐഡിയാസ് വരും, ക്രിയേറ്റീവ് ആകാം, പ്രൊഡക്റ്റീവ് ആകാം എന്നൊക്കെ. ബട്ട് ഈ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതിന്റെ റിക്വയർമെന്റ്സും ഡിഫറെന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മിക്കപ്പോഴും പ്രൊഡക്റ്റീവ് അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ക്രിയേറ്റീവ് ഐഡിയാസ് വരുന്നത്. ഓൾസോ ചിലപ്പോൾ വർക്ക് ഡെസ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഐഡിയാസ്, ഇൻസ്പയറിംഗ് തോട്ട്സ്, റെഫറൻസസ്, മെറ്റീരിയൽസ് അതൊക്കെ അവിടെ ഇവിടെയും വരച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ക്രിയേറ്റീവ് ഐഡിയാസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ക്രിയേറ്റീവ് ടൈമിൽ കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുന്നത് നല്ലത് തന്നെയാണ്. ബട്ട് പ്രൊഡക്റ്റീവ് ടൈമിൽ ഒരു വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ക്ലീൻ ആക്കി വയ്ക്കുന്നതാണ് നല്ലത്. സോ എപ്പോഴും എല്ലാ അടുക്കും ചുറ്റോടുകൂടി വയ്ക്കും എന്ന് വിചാരിക്കുന്നതിന് പകരം ആവശ്യമുള്ളപ്പോൾ മെസ്സി ആക്കുന്നതും പ്രൊഡക്റ്റീവ് ആകുന്ന ടൈമിൽ ക്ലീൻ ആക്കുന്നതുമാണ് നല്ലത് എന്ന് വിചാരിക്കാം നമുക്ക്. ഓൾസോ വർക്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്നു, ഐഡിയാസ് ഒന്നും പ്രോപ്പറായി വരുന്നില്ല എന്നുള്ളപ്പോഴും ക്ലീൻ ആക്കാനായിട്ട് നോക്കുക. ഇവിടെ പിൻട്രസ്റ്റ് സ്റ്റൈല് വർക്ക് ഡെസ്ക് ആക്കാനല്ല നമ്മൾ എയിം ചെയ്യേണ്ടത്, മറിച്ച് വർക്കിൽ നിന്നും മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാനുള്ള മൈൻഡ്ലെസ് ക്ലീനിങ്, ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാനും ക്രിയേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ഒതുക്കി വെക്കൽ ചിലപ്പോൾ നമ്മുടെ പഴയ ഐഡിയാസ്, തോട്ട്സ്, റൈറ്റിംഗ്സ് ഒക്കെ കണ്ടെത്താനും പണ്ടൊരിക്കൽ ശരിയാവില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോഴുള്ള നോളേജ് ആൻഡ് ഐഡിയാസ് ഒക്കെ ആയിട്ട് ക്ലബ് ചെയ്ത് പുതിയ ഡിഫറെന്റ് ഐഡിയാസ് കൊണ്ടുവരുവാനും സാധിച്ചെന്ന് വരാം. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്ലീപ്പ് ടൈഡീസ് അപ്പ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ കയറി കൂടിയ ജങ്ക് ഒക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ആക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഉറക്കം. അതുകൊണ്ട് ഉറക്കം, നാപ്പ് ഇതിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത്. നമ്പർ 9, ഡീമൻസ് ഹേറ്റ് ഫ്രഷ് എയർ. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഡീമൻസ് ഓർ വില്ലന്മാര് നമ്മളെ കൺട്രോൾ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഫോണും ന്യൂസ് പേപ്പറും ടിവിയും ഒക്കെയാണ് അവരുടെ മീഡിയം. ഈ വില്ലന്മാർക്ക് വേണ്ടത് നമ്മുടെ ഫോക്കസ്, അറ്റൻഷൻ ആൻഡ് സമയമാണ്. അതൊക്കെ അവരെടുത്തിട്ട് തെറ്റായ ഇൻഫർമേഷൻ, പേടി, ആൻസൈറ്റി ഒക്കെ നമുക്ക് തരുന്നതും അതിലൂടെ അവർക്ക് അവരുടെ ബിസിനസ് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ബട്ട് നമുക്ക് ഫുള്ള് നഷ്ടം മാത്രം. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാവിലെ എണ്ണീറ്റതും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തിരിക്കാതെ പുറത്തിറങ്ങി ഒരു വാക്കിങ്ങിന് പോവുക, കുറച്ച് ഫ്രഷ് എയർ കൊള്ളുക. നമ്മുടെ ഫിസിക്കൽ, സ്പിരിച്വൽ ആൻഡ് മെന്റൽ ഹെൽത്തിനും എല്ലാം വാക്കിംഗ് നല്ലതാണ്. ക്രിയേറ്റീവ് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ സെൻസസിന്റെയും ഫുൾ അറ്റൻഷൻ ആവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് തട്ടി ഉണർത്താൻ വാക്കിംഗ് ഹെൽപ്പ് ചെയ്യും. കഴിയുന്നതും വർക്ക് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് വാക്ക് ചെയ്തിട്ട് ഇരിക്കുക. മൈൻഡ് ഫ്രഷ് ആയിട്ട് നല്ല ഐഡിയാസ് ഒക്കെ കിട്ടും. നമ്പർ 10, പ്ലാന്റ് യുവർ ഗാർഡൻ. നമ്മളൊരു മരം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഓരോ സീസണിലും അതിന് ചേഞ്ചസ് വരും. ഇല പൊഴിയുന്നു, തളർക്കുന്നു, പൂക്കൾ വരുന്നു, കായ്കൾ വരുന്നു. ഇതൊക്കെ ഒരു സൈക്ലിക് പാറ്റേണിൽ ഓരോ സീസണിലും മാറി മാറി വരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും. നമുക്കെപ്പോഴും ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റ്സ് ഇതിലൊക്കെ സ്ട്രെയിറ്റ് അപ്വേർഡ് ലൈൻ ആയിട്ട് വരാനാണ് എക്സ്പെക്ടേഷൻ. ബട്ട് വർക്ക്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഒരു സൈക്കിൾ പോലെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റ് കുറവായിരിക്കും. ബട്ട് പഠിച്ച കാര്യങ്ങൾ ക്രിയേറ്റീവായി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സീസണിലോട്ട് കയറും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റ് ഒക്കെ കൂടാനായി തുടങ്ങും. ബട്ട് ഇതൊക്കെ മതി എന്നിരുന്നാൽ നമ്മുടെ ഗ്രോത്തും അവിടെ സ്റ്റോപ്പ് ആവും. നേരെ മറിച്ച് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, പഠിക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ സീസൺസിന്റെ പോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എത്തും. പ്രോഗ്രസ് ഉണ്ടാകും, പിന്നെ അവിടെ ഗ്രോത്തും ഉണ്ടാവും. സോ ഇങ്ങനെ പുതിയ ലേണിംഗ്സിന്റെ ടൈമിൽ ഓഫ് സീസണെ കുറിച്ച് മനസ്സിലാക്കുക, ക്ഷമയോടെ ഇരിക്കുക. ബേസിക്കലി ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ ലൈഫ് ജീവിക്കുക, പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഈ ഒരു സൈക്കിളിലൂടെ പോയാൽ നമ്മുടെ വർക്കിൽ നല്ല ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു ചെറിയ ചെടി ഓരോ സീസണിലും ചേഞ്ചസ് ഒക്കെ വന്ന് ഒരു മരമാകുമ്പോൾ നല്ല സമയമെടുക്കും. അതിന് നല്ല പേഷ്യൻസും വേണം. സെയിം ഇറ്റ്സ് ട്രൂ ഫോർ അവർ കേസ്. അതുകൊണ്ട് വെപ്രാളപ്പെടാതെ ഗോ ഈസി ഓൺ യുവർ സെൽഫ് ആൻഡ് ടേക്ക് യുവർ ടൈം. വർക്ക് ചെയ്യുക, പ്ലേ ചെയ്യുക, വരയ്ക്കുക, പലതും കാണുക, കേൾക്കുക, ചിന്തിക്കുക, സ്വപ്നം കാണുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, പെയിന്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ആക്ട് ചെയ്യുക, കുക്ക് ചെയ്യുക, ഹൈക്ക് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടേതായ ആക്ടിവിറ്റീസ് എന്ത് വേണേലും ചെയ്യുക. ബട്ട് നിർത്താതെ ചെയ്യുക. കീപ് ഗോയിങ്, ലിവ് യുവർ ലൈഫ്. അപ്പോൾ ഇതാണ് കീപ് ഗോയിങ് എന്ന ബുക്കിന്റെ സമറി. ക്രിയേറ്റീവ് ആളുകൾക്ക് മാത്രമല്ല മറ്റാർക്ക് വേണമെങ്കിലും അവരുടെ വർക്ക് പാതി വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാൻ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ടിപ്സ് ആണ് ഇതൊക്കെ. അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.